പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതാഞ്ജലി മല്ലി വച്ചിന്തി എന്ന തെലുങ്ക് മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2024 റിലീസായ ഹൊറർ കോമഡി ഗണത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് ഗീതാഞ്ജലി മല്ലി വച്ചിന്തി. ശിവ തുർലാപതി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ അഞ്ജലി, രാഹുൽ മാധവ്, ശ്രീനിവാസ റെഡ്ഡി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സിനിമ എടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 4 സുഹൃത്തുക്കൾ. അങ്ങനെയിരിക്കെ അവർക്കൊരു പ്രൊഡ്യൂസറെ ലഭിക്കുകയും പ്രൊഡ്യൂസറിൻ്റെ നിർബന്ധപ്രകാരം സിനിമ ഷൂട്ടിങ്ങിനായി ഒരു ബംഗ്ലാവിലേക്ക് പുറപ്പെടുകയുമാണ്. എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസർ സിനിമ എടുക്കാനും ആ ഒരു ബംഗ്ലാവ് തിരഞ്ഞെടുക്കാനുമൊക്കെ കാരണമായത് എന്നുള്ളതും, തുടർന്ന് പിന്നീട് അവിടെ വെച്ച് അവർക്ക് നേരിടേണ്ടി വരുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഗീതാഞ്ജലി മല്ലി വച്ചിന്തി എന്ന സിനിമ ഇപ്പോൾ തെലുങ്കിനോടൊപ്പം തമിഴിലും മലയാളം ഡബ്ബിംഗിലും ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. മലയാളം ഡബ്ബിംഗ് ലിപ്സിംഗോടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര പെർഫെക്റ്റായോ രസകരമായോ ഒന്നും ഫീൽ ചെയ്തില്ല. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, സ്റ്റോറി വൈസൊക്കെ നോക്കുകയാണെങ്കിൽ സ്ഥിരം ഹൊറർ കോമഡി സിനിമകളിലൊക്കെ കണ്ടുപരിചിതമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനോടെയൊക്കെ തന്നെയാണ് ഈ ചിത്രവും കഥ പറഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നും സമ്മാനിക്കുന്നില്ല. പിന്നെ സിനിമയിൽ വന്നു പോകുന്ന ഹൊറർ എലമെന്റ്സ് ഒക്കെ അത്യാവശ്യം നീറ്റായി തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ പ്രേതങ്ങളുടെ ഫ്ലാഷ് ബാക്കുമൊക്കെ അധികം വലിച്ചു നീട്ടാതെ സിമ്പിളായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഫസ്റ്റ് ഹാഫിലും ചിലയിടങ്ങളിലുമൊക്കെയായി ഒരു ഫ്ലോയിൽ ഇങ്ങനെ കണ്ടിരിക്കാവുന്ന കുറച്ച് രംഗങ്ങളൊക്കെ സിനിമ സമ്മാനിക്കുന്നുണ്ട് എന്നതിലുപരി മറ്റ് പ്രത്യേകതകളൊന്നും സിനിമയ്ക്ക് ഉള്ളതായി തോന്നിയില്ല. ഒരു ഹൊറർ കോമഡി മൂവി എന്ന രീതിയിൽ കോമഡി ടച്ചോടെ കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ സിനിമയിൽ പറഞ്ഞു പോകുന്ന പല സീരിയസ് സിറ്റുവേഷൻസും ഇമോഷൻസും ഒക്കെ ഒട്ടും എഫക്റ്റീവായോ ഇമോഷണൽ കണക്ഷൻ തോന്നിക്കുന്ന വിധത്തിലോ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കാത്തതുപോലെ തോന്നി. ആ ഒരു സ്റ്റോറിയെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയായാലും ക്ലൈമാക്സ് ആയാലും ഒക്കെ തന്നെ അത്ര ഇംപ്രസീവായി അനുഭവപ്പെട്ടില്ല. 2 മണിക്കൂർ 22 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അതിൻ്റേതായ ഒരു സ്ലോനെസ്സും ലാഗുമൊക്കെ സിനിമയിലുടനീളം ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു യൂഷ്വൽ ഹൊറർ കോമഡി തെലുങ്ക് സിനിമയൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ടൈം പാസിനായി ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു ഏവറേജോ അതിൽ താഴെയോ വരുന്ന തെലുങ്ക് മൂവിയാണ് ഗീതാഞ്ജലി മല്ലി വച്ചിന്തി എന്ന് പറയാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.